ഒരു കുട്ടി ഗർഭത്തിൽ ഉദയം ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കുട്ടി നല്ല സമയത്ത് ജനിക്കണേ എന്ന് ആ മാതാപിതാക്കൾ ആഗ്രഹിക്കണം. അപ്പൊ മംഗല്യ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ ഒരു മുഹൂർത്തം ശാന്തി മുഹൂർത്തമാണ്. ആ ശാന്തി മുഹൂർത്തം നോക്കി പ്രജയ്ക്ക് സൃഷ്ടി കൊടുക്കുകയാണെങ്കിൽ എല്ലാ രാജ്യവും നല്ല രാജ്യമായി മാറും. മുഹൂർത്തം നല്ല കാര്യങ്ങൾ തുടങ്ങാനുള്ള നല്ല സമയം. ഇപ്പോൾ നമുക്ക് മുഹൂർത്തം നോക്കുമ്പോൾ ഇനി ഒരു പ്രത്യേക സമയം, അതായത് ഇന്ന സമയം, അല്ല രാവിലെ വൈകുന്നേരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് അപ്പൊ അങ്ങനെ സമയങ്ങളെ പറ്റി എന്താണ് നമുക്കതിന് ഒരു ഐഡിയ? സമയം മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു ഏത് കാര്യത്തിൻ്റെയും തുടക്കത്തിന് വേണ്ട ഒരു നല്ല സമയം അതാണ് മുഹൂർത്തം. അപ്പം ഒരു മംഗല്യാണെങ്കിലും ഇപ്പൊ അല്ല മുഹൂർത്തം നമ്മൾ ചിന്തിക്കുന്ന മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മുഹൂർത്തം അഭിജിത്ത് മുഹൂർത്താണ്. എല്ലാവരും എന്ന് പറഞ്ഞൊരു മുഹൂർത്തമുണ്ട്, അഭിജിത്ത് മുഹൂർത്തം. അത് മധ്യാഹ്നം വരും. അപ്പം മധ്യാഹ്നത്തിനോട് അടുക്കുന്ന സമയമാണ്. അവിടെ എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും മാറി നിൽക്കുന്ന ഒരു സമയമാണ്. കുറച്ച് മിനിറ്റേ ഉള്ളൂ, അത് ഒരു 36 മിനിറ്റിൻ്റെ പറയും. അത് ആ മിനിറ്റിന്റെ മദ്യം വരുന്ന അതിന് തന്നെ ഒരു മദ്യം, അതാണ് ഏറ്റവും ശുഭാവസ്ഥ. അപ്പൊ കുറച്ച് അങ്ങോട്ട് നീക്കി, കുറച്ച് ഇങ്ങോട്ട് നീക്കി. പിന്നെ സൂര്യൻ ഉദിച്ചു കഴിയുമ്പോഴാണ് ഇതൊക്കെ നോക്കുന്നത്, ഈ മുഹൂർത്ത കാര്യങ്ങൾ. സൂര്യോദയത്തോടനുബന്ധിച്ച് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇതൊന്നുമില്ല, അത് മുഹൂർത്തമില്ല. മുഹൂർത്തമില്ല. എന്ത് ചെയ്താലും അതിന് ദോഷമില്ലെന്നാണ് എൻ്റെ അറിവ്. എന്റെ ഗുരുക്കന്മാര് പറഞ്ഞു ഇല്ല. പക്ഷെ ആ സമയത്ത് എല്ലാവരും ആരും ഒന്നും ചെയ്യില്ല, ഒക്കെ നല്ല ഉറക്കമായിരിക്കും. സുഖ ഉറക്കം കിട്ടുന്നത് എപ്പോഴാ? ആ ഒരു സമയത്താണ്, സൂര്യോദയത്തിന് തൊട്ട് മുമ്പ്. അത് കളയാൻ ആരും തയ്യാറല്ല. അപ്പൊ ഉറക്കം ഏറ്റവും പ്രധാനം എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു. അപ്പൊ അത് ഉപേക്ഷിക്കാത്തത് കൊണ്ട് പിന്നെ സൂര്യൻ ഉദിച്ചതിന് സൂര്യൻ തന്നെ 6 മണി മുതൽ അങ്ങോട്ടുള്ള ഉദയം, ഇപ്പൊ 6:17 അങ്ങോട്ടാണ് ഉദയം നടക്കുന്നത്. അപ്പൊ ഉദയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നോക്കണം. അതിൽ രാഹുകാലമുണ്ട്, യമകണ്ഠകാലം. ഏറ്റവും കൂടുതൽ രാഹുകാലേ നോക്കുന്നുള്ളൂ. 3 കാലം യമകണ്ഠവും ഗുളികനും എല്ലാം കൂടി നോക്കി ചെയ്യാറില്ല. ഇതെല്ലാത്തിൻ്റെയും മദ്യം വരുന്ന ഒരു മുഹൂർത്തമാണ് അഭിജിത്ത് മുഹൂർത്തം. അതാണ് ഇപ്പോഴത്തെ ഒരു വിവാഹം സമയം. ഇനിയിപ്പോ ദേവാലയം, ഇപ്പൊ മുഹൂർത്തം ഏറ്റവും നല്ല മംഗല്യാണെങ്കിൽ ദേവാലയത്തിൽ ഇതൊന്നും നോക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. അവിടെ ദേവനെ സാക്ഷി നിർത്തി ചെയ്യാണ്. പിന്നെ മുഹൂർത്തം നോക്കുന്നത് വീടുകളിൽ നടക്കുന്ന മംഗല്യങ്ങൾ, പിന്നെ ഏതെങ്കിലും കാര്യങ്ങളുടെ ഉദ്ഘാടനങ്ങൾ, പെണ്ണ് കാണൽ ചടങ്ങ്, ഇതൊക്കെ ഉണ്ടല്ലോ. ഒരു പെണ്ണ് കാണൽ ചടങ്ങ് പോലും ഒരു മുഹൂർത്തം ഒരു നല്ല ടൈമിലായിരുന്നാൽ ആ മംഗല്യത്തിന്റെ അവസാനം വരെ നന്നായി. ഇതിൽ ഏറ്റവും ഉപേക്ഷിക്കേണ്ട ഒരു ടൈം ബ്രഹ്മമുഹൂർത്തത്തില് മംഗല്യങ്ങളൊന്നുമില്ല, ഇല്ല എന്നാണ്. പിന്നെ മറ്റു നല്ല കാര്യങ്ങൾ ചെയ്യും. എൻ്റെ ഒരു ഗുരുനാഥൻ ആ സമയം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വരുന്ന ടൈമില് പാലുകാച്ചൽ വരെ നടത്താം. ഞാൻ പാലുകാച്ചൽ നടത്താൻ പറഞ്ഞിട്ടുണ്ട്. സൂര്യൻ ഉദിക്കുന്ന മുമ്പ് സൂര്യൻ ഉദിക്കാൻ പാടില്ല. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം നോക്കണം. കാരണം സൂര്യന് കീഴിലാണ് എല്ലാം വരുന്നത്. പിന്നെയാണ് രാഹുകാലമൊക്കെ തുടങ്ങുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മളെല്ലാ കാര്യവും. പിന്നെ ത്രിസന്ധ്യ പൂർണ്ണമായി ഒഴിവാക്കണം. പിന്നെ രാഹുകാലങ്ങള്, അതായത് ശുഭകാര്യങ്ങൾക്ക് ത്രിസന്ധ്യ പാടില്ല, ഒന്നിനും പാടില്ല. അത് ഭയങ്കര നാശം എന്ന് പറഞ്ഞാൽ ഭയങ്കര നാശമാണ് സന്ധ്യ നേരത്തെ ഏത് കാര്യം. അതുകൊണ്ടാണ് ലങ്കയിൽ ഹനുമാന്റെ ഉദാഹരണം പാടില്ല. അപ്പൊ ടൈം വളരെ ഇമ്പോർട്ടന്റ്, പ്രധാനമാണ്. ജനന ടൈമും പ്രധാനം തന്നെയാണ്. മനസ്സിലായി? മുഹൂർത്ത ടൈം ഏറ്റവും നല്ല മുഹൂർത്തത്തിലാണ് വിവാഹം കഴിഞ്ഞെങ്കിൽ ആ മുഹൂർത്ത സമയം മുതൽ ശാന്തി മുഹൂർത്തം വരെ, അതായത് ആ ഭാര്യ ഭർത്താക്കന്മാര് അവരുടെ ജീവിത സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയം മുതൽ, അതിന് 7ാം ഭാവം എന്നാ പറയുന്നത്. 7ാം ഭാവത്തിൽ മൈഥുനാം, ശാരീരികമായ ഇടപെടല്, അതൊരു മുഹൂർത്തമാണ്. അത് നല്ല മുഹൂർത്തമാണ് ശാന്തി മുഹൂർത്തം. അത് നല്ല ടൈമിലാണെങ്കിൽ അതിൽ ജനിക്കുന്ന സന്തതികളൊക്കെ നന്നായിരിക്കും, യാതൊരു സംശയവുമില്ല. ആ കുട്ടികളൊക്കെ നല്ല കുട്ടികളായിരിക്കും, നല്ല പ്രജകളായിരിക്കും, നന്നായിട്ട് രാജ്യത്തിന് ഉൾക്കൊള്ളുന്ന വിധത്തിലായിരിക്കും.
അവിടെയാണ് ബഹുമാനങ്ങൾ എല്ലാം വരുന്നത്. മനസ്സിലായ? അതിൽ ഏറ്റവും ബഹുമാനത്തിന് ഒരു പ്രത്യേകത തന്നെയുണ്ട്. ആരെ കണ്ടാലും ഒന്ന് വണങ്ങുക, ഒന്ന് നമസ്കരിക്കുക, ഇതൊക്കെ ഏറ്റവും പ്രധാനം. അങ്ങനെയുള്ളവരുടെ ജീവിതം ശുഭാവസ്ഥ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ തുടങ്ങുന്നത് മുഹൂർത്തത്തിൽ നിന്ന് തന്നെയാണ്. നല്ല സമയം. ഒരു കുട്ടി ഗർഭത്തിൽ ഉദയം ചെയ്യുമ്പോ തന്നെ എൻ്റെ കുട്ടി നല്ല സമയത്ത് ജനിക്കണേ എന്ന് ആ മാതാപിതാക്കൾ ആഗ്രഹിക്കണം. ഈശ്വരനോട് പ്രാർത്ഥിക്കണം. ഏത് ഈശ്വരനോ ആയിക്കോട്ടെ, ആ ഈശ്വരനോട് പ്രാർത്ഥിക്കണം. എൻ്റെ കുട്ടി ജനിക്കുന്ന ടൈം നല്ല സമയത്തിന്റെ കുട്ടി ജനിക്കണം എന്ന്. എല്ലാം ഒന്നും ഒത്തു ദൈവം തരില്ല, 100% ഒക്കില്ലല്ലോ. എങ്കിലും ഒരു 75-80% നല്ലൊരു ടൈമിലാണ് ആ കുട്ടി ജനിച്ചെങ്കിൽ മാതാപിതാക്കൾക്കും നന്മ അല്ലേ? അപ്പോൾ ആ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ആദരിക്കുക, ഗുരുക്കന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തില് നല്ല അവസ്ഥ തന്നെ ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോ പകുതി വഴിയിൽ ഇതൊന്നും അറിയില്ല എന്ന് വെച്ചോ, ഒരു 10 വയസ്സ് വരെ, 15 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു 20 വയസ്സ് വരെ ഇതൊന്നും അറിയില്ല. അവിടുന്ന് അങ്ങോട്ടാണ് ഇതിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ പശ്ചാത്തപിച്ചുകൊണ്ട്, അപ്പൊ ഇന്നലെ വരെ ഞാൻ ചെയ്തു പോയ അറിവില്ലായ്മയെ പുറത്ത് മാപ്പാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് കിട്ടിയ അറിവിനെ വെച്ചുകൊണ്ട് ഈശ്വര ഞാൻ നിന്നെ നമിക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പിന്നെ അങ്ങോട്ട് ദൃഢമായിരിക്കണം. അവർക്കും ജീവിതത്തിൽ നന്മയല്ലാതെ തിന്മ വരികയില്ല. അവിടെ ഏത് പ്രതിസന്ധിയിലും ഈശ്വരൻ നമ്മളോടൊപ്പം. അപ്പോൾ അതിനൊക്കെ ഈ മുഹൂർത്തം തന്നെയാണ്. അപ്പൊ മംഗല്യ മുഹൂർത്തം കഴിഞ്ഞാൽ പിന്നെ ഒരു മുഹൂർത്തം ശാന്തി മുഹൂർത്തമാണ്. കേട്ടിട്ടില്ലേ ശാന്തി മുഹൂർത്തം? ശാന്തി മുഹൂർത്തം. ആ ശാന്തി മുഹൂർത്തം നോക്കി പ്രജയ്ക്ക് സൃഷ്ടി കൊടുക്കുകയാണെങ്കിൽ എല്ലാ രാജ്യവും നല്ല രാജ്യമായി മാറും. നല്ല പ്രജകളും ഉണ്ടാവും, നല്ല പ്രജാപതികളും ഉണ്ടാവും. ഏറ്റവും ഒരു രാജ്യം ഭരിക്കുന്ന ഒരു പ്രജാപതിക്കാണ് ഏറ്റവും കൂടുതൽ ഈ നന്മകളൊക്കെ വേണ്ടത്. മനസ്സിലായോ? ഇപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അമ്മയുടെ കാൽക്ക് വണങ്ങുന്ന സമയം ഞാൻ കരഞ്ഞിട്ടുണ്ട്, എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രയും ആ അമ്മയുടെ കൈകള് ആ മകന്റെ ശിരസിൽ തലോടുമ്പോ കിട്ടുന്ന ആ സുഖം. ഞാൻ എൻ്റെ അമ്മയെ എൻ്റെ അമ്മ ഒരു സ്ഥലത്ത്, ഞാൻ വേറൊരു സ്ഥലത്ത്, അങ്ങനെ എപ്പോൾ ഞാൻ ചെന്നാലും എൻ്റെ അമ്മയുടെ എവിടെയായിരുന്നോട്ടെ, റോട്ടിലാവാൻ ചിലപ്പം ഞാൻ കാണുന്നത്, ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും ആ സ്ഥലത്ത് ഞാൻ ചെന്ന് എൻ്റെ അമ്മയുടെ കാൽക്ക് നമസ്കരിക്കാറുണ്ട്. അത് കണ്ടുകൊണ്ട് എൻ്റെ മകളും പെട്ടെന്ന് വന്ന് നമസ്കരിച്ചു തൊഴും. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, ഞാനാ ചെയ്യുന്നത് കണ്ട് അവൾ ചെയ്യുന്നതാണ്. എൻ്റെ ഒപ്പം ഉണ്ടാവൂലോ. അതുകൊണ്ട് അപ്പൊ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ആദരവ്, ബഹുമാനം, വണക്കം, വണങ്ങുക, അത് ഏറ്റവും പ്രധാനം തന്നെ. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ദുരിതങ്ങൾ വന്ന് ഭവിക്കാൻ കുറവായിരിക്കും. ഓക്കെ, ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.